നമസ്കാരം. കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ് രമേശ് ചെന്നിത്തല. കഴിഞ്ഞ തവണ രണ്ടാം പിണറായി സർക്കാർ വന്നിരുന്നില്ലെങ്കിൽ ചെന്നിത്തല കേരളത്തിലെ മുഖ്യമന്ത്രി ആകേണ്ടതായിരുന്നു. UDFന് ഭരണത്തിൽ വരാനുള്ള സാധ്യത ഇല്ലാതായപ്പോൾ ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി പദവി മാത്രമല്ല, അതുവരെ കൈവശം വെച്ചിരിക്കുന്ന പ്രതിപക്ഷ നേതൃപദവി വരെ നഷ്ടമായി. പ്രതിപക്ഷ നേതൃസ്ഥാനം സ്വയം ഒഴിയാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നെങ്കിലും ചെന്നിത്തലയ്ക്ക് മുൻകൂർ അറിയിപ്പ് നൽകാതെ പൊടുന്നനെയാണ് VD സതീഷിനെ പ്രതിപക്ഷ നേതൃപദവിയിൽ ഹൈക്കമാൻഡ് അവരോധിച്ചത്. ഇത് ചെന്നിത്തലയെ ആകെ ഉലച്ചെങ്കിലും പാർട്ടി അച്ചടക്കം ലംഘിച്ച് ഒരു നടപടിയും അദ്ദേഹം സ്വീകരിച്ചില്ല. ഇപ്പോൾ കേരളത്തിൽ ഒരു ഭരണമാറ്റത്തിന് അവസരം തെളിഞ്ഞിരിക്കുകയാണെന്ന് UDF നേതൃത്വം ഉറച്ചു വിശ്വസിക്കുന്നു. 100ഓളം സീറ്റുകൾ നേടി UDF അധികാരത്തിലെത്തുമെന്നാണ് KPCCയുടെ കണക്കുകൂട്ടൽ. UDF വന്നാൽ ആരാകും മുഖ്യമന്ത്രി എന്നതാണ് നിലവിലെ ചോദ്യം. 3 പേരാണ് കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്നത്. രമേശ് ചെന്നിത്തലയും VD സതീശനും KC വേണുഗോപാലും. ഇവരെ പിന്തുണച്ച് കോൺഗ്രസ് നേതാക്കൾ പരസ്യ പ്രസ്താവനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്നാണ് K സുധാകരൻ MP ആവശ്യപ്പെട്ടത്. സതീശിനെ പിന്തുണച്ച് കൊച്ചിയിൽ നിന്നും മുഖ്യമന്ത്രി വേണമെന്നാണ് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പല തട്ടിലാണെന്ന് നിലവിലെ വിവാദങ്ങൾ സൂചന നൽകുന്നു. രമേശ് ചെന്നിത്തലയും സതീശനും തമ്മിൽ മത്സരം വന്നാൽ പൊതു സ്വീകാര്യൻ എന്ന നിലയിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ എത്താനും സാധ്യതയുണ്ട്. ചെന്നിത്തലയെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹത്തിന് കീഴിലുണ്ടായിരുന്നവർ പലരും മുഖ്യമന്ത്രിമാരായി. ബംഗാളിലെ മമതാ ബാനർജി അടക്കമുള്ളവർ ഉദാഹരണം. കർണാടകയിൽ നിന്നും ചെന്നിത്തല ഉയർത്തിക്കൊണ്ടുവന്ന DK ശിവകുമാർ ഇപ്പോൾ കർണാടക ഉപമുഖ്യമന്ത്രിയാണ്. കേരളത്തിലെ UDF മന്ത്രിസഭകളിൽ ചെന്നിത്തല മന്ത്രിയായിരുന്നിട്ടുണ്ടെങ്കിലും മുഖ്യമന്ത്രി പദവി ചെന്നിത്തലയിൽ നിന്നും എന്നും അകന്നു തന്നെ നിന്നു. എന്നാൽ ഇതെല്ലാം അവഗണിച്ച് ഹൈക്കമാൻഡിന്റെ വിശ്വസ്തനായി തുടരുകയാണ് ചെന്നിത്തല ചെയ്തത്. ഇക്കുറി കേരളത്തിൽ UDF എത്തിയിട്ടും ചെന്നിത്തല മുഖ്യമന്ത്രിയായില്ലെങ്കിൽ മുഖ്യമന്ത്രി എന്ന സ്വപ്നം അദ്ദേഹത്തിൽ നിന്നും അകന്നു പോകാനാണ് സാധ്യത. മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡാണ് സ്വീകരിക്കുക. UDF എത്തിയാലും ചെന്നിത്തല മുഖ്യമന്ത്രിയാകുമോ എന്ന് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്.